ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരു ചാനൽ ഒരു വീഡിയോയോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും പ്രൊമോട്ട് ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ പ്രൈവസിയും ഫ്രീഡവും റെസ്പെക്ട് ചെയ്ത് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഫേക്ക് സ്പാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേക്ക് നമ്പർ വെച്ചിട്ട് നമുക്ക് വാട്സ്ആപ്പ് എടുക്കാമെന്നാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 കൺട്രി കോഡ് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. +994 കൺട്രി കോഡാണ് ഇന്ന് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് SafeTalker എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും. നമ്മുടെ ഈ ലോഗിനൊക്കെ അടിക്കാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ലോഗിൻ അടിക്കാൻ പറഞ്ഞ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ പെർമിഷൻസ് വയ്ക്കും. പെർമിഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കാം. ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമ്മുടെ ഒരു ജസ്റ്റ് റാൻഡമായിട്ട് ഒരു 20 നമ്പേഴ്സൊക്കെ ഉള്ള ഒരു കോഡ് കൊടുക്കാം. പാസ്വേഡ് നമ്മൾ സാധാരണ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം നമുക്ക് ബിഗിൻ ടു യൂസ് ഓപ്ഷൻ കൊടുക്കാം. ബിഗിൻ ടു യൂസ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നെയിമിൽ പറ്റാത്ത കാരണം എന്തോ ഫീൽഡ് എറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യം റീട്രൈ കൊടുക്കാം. റീട്രൈ കൊടുത്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്ക് അടിച്ചിട്ട് വേറെ നെയിം കൊടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചില ടൈമിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ 5 മിനിറ്റ് ഫുള്ള് അത് അവിടെ കിടക്കും. എന്നിട്ടും വായിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസൻസിന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കളയാം. വീണ്ടും വരാം. വേറെ നെയിം അടിക്കാം. ഓക്കെ, വേറെ നെയിം അടിച്ച് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ പാസ്വേഡ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെ നമ്മൾ വീണ്ടും ഒരു പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നെയിം ഒരു കറക്റ്റ് ഒരു 20 നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നമ്മുടെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു 20 നമ്പർ കറക്റ്റായിട്ട് നമുക്കൊന്ന് എണ്ണി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ കറക്റ്റ് 20 ഇതായിട്ട് ചെയ്യേണ്ട നമ്മൾ ബിഗിൻ ഡ്യൂസ് കൊടുത്തു. ബിഗിൻ ഡ്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു 4:26 ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു അക്കൗണ്ടിന്റെ നെയിം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. പക്ഷെ ഇപ്പോൾ ഇത് ഓഫ്ലൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ അക്കൗണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. നമ്മുടെ ഇത് ഓഫ്ലൈൻ ആണ്. അത് ഓൺലൈൻ ആക്കാനായിട്ട് ആ താഴെ കാണുന്ന ഒരു 0 ഫ്രീ ബൈ 2 days എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു ആഡ് കാണാം. ആ ഒരു ആഡ് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇത് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ഒക്കെ പറഞ്ഞൊരു ഇത് കാണിക്കും. നമ്മുടെ ഇത് ഓൺലൈൻ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു അക്കൗണ്ട് ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വാട്സാപ്പിൽ നമുക്ക് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു SafeTalker നമ്പർ നമുക്ക് കറന്റ് കിട്ടിയിട്ടുണ്ട്. SafeTalkerന്റെ ജസ്റ്റ് പ്രൈവസി ഫീച്ചേഴ്സ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ഒരെണ്ണം ഇപ്പം നിങ്ങൾക്ക് വന്നപ്പോൾ പേര് മാറി ശ്രദ്ധിച്ചോണമെന്ന് അറിയില്ല. ആക്ച്വലി പേര് മാറിയിട്ടുണ്ട്. പേര് മാറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വാട്സാപ്പ് കറക്റ്റ്ലി വർക്കിംഗ് ആണ്. അതിനുശേഷം ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. മറ്റേ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ എടുത്തില്ലായിരുന്നു. അതിനൊന്നും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനിപ്പോൾ ഈ ഒരു GB വാട്സാപ്പല്ല ബിസിനസ് വാട്സാപ്പിൽ നമ്മുടെ ഒരു നമ്പർ, ആ നമ്പർ കിട്ടിയേക്കുന്ന നമ്പറിന്റെ ഫസ്റ്റ് 3 നമ്പേഴ്സ് നമ്മുടെ കൺട്രി കോഡ് ആയിരിക്കും. 994 ആയിരിക്കും മിക്ക ടൈമിലും കിട്ടുന്നത്. 994 അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് നമ്മുടെ ഇതായിട്ട് നമ്പറായിട്ട് ഫോൺ നമ്പറായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കാം ആ നമ്പർ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ മിക്കവാറും ഒരു ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നമ്മുടെ ഒരു നമ്പർ കറക്റ്റായിട്ട് തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മുടെ നമ്പർ കറക്റ്റ് ആണ്. അപ്പോൾ OTP അയക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ OK കൊടുത്തു. OTP അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഒരു SafeTalker ആപ്പിനകത്ത് പോയി നോക്കാം OTP വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ 100% വർക്കിംഗ്. ഞാൻ ഇപ്പോൾ പ്രൂഫായിട്ടോ കാണിക്കുന്നത്, ലൈവ് പ്രൂഫാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ SafeTalker എന്ന് പറഞ്ഞ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ OTP ഇവിടെ വന്ന് മെസ്സേജ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു OTP ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ ബിസിനസ് വാട്സാപ്പിലേക്ക് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു സാധാരണ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ബിസിനസ് വാട്സാപ്പിലേക്ക് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പോലെ തന്നെ ബിസിനസ് നെയിം കാറ്റഗറി ഐറ്റംസ് തേങ്ങാമാങ്ങ എന്നൊക്കെ പറഞ്ഞു കുറേ ഐറ്റംസ് ഒക്കെ എഴുതി കാണിച്ച് വരുന്നുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കാം. നമുക്ക് കാറ്റഗറി കൊടുക്കാൻ മറന്നു വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തേക്കാം. അപ്പോൾ അത് റെസിന് കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. യൂസ് കൊടുക്കാം. നമ്മുടെ ഒരു നെയിം ബിസിനസ്സിന് പറ്റിയ നെയിം അല്ല എന്നൊക്കെയാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് യൂസ് കൊടുക്കാം. നമ്മളല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, അമ്മമാർക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊന്നും വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമുക്ക് കാണാമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് സാധാരണ പോലെ മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റും. ഞാൻ മെസ്സേജ് അയക്കാൻ പറ്റുന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കോൺടാക്ട്സ് ജസ്റ്റ് ലോഡായിട്ടുണ്ട്. ലോഡായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തരാം. അപ്പോൾ എൻ്റെ സ്വന്തം കോൺടാക്റ്റിലേക്ക് ഞാനിപ്പോൾ മെസ്സേജ് അയക്കാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. ആ ഒരു മെസ്സേജ് എൻ്റെ ഈ ഒരു ഫോണിൽ തന്നെ വാട്സാപ്പിലാണ്. ആ ഒരു വാട്സാപ്പിൽ റിസീവ് ആയിട്ടുണ്ട്. റിസീവ് ആയാലും നമ്പർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. 994 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ നമ്പർ വന്നിരിക്കുന്നത്. കൺട്രി കോഡ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും +994 ഒരു നമ്പർ സക്സസ്ഫുള്ളി നമ്മുടെ അതിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇത്. നമുക്ക് മെസ്സേജ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ താങ്ക്സ്. എനിക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
പിന്നെ വേറെ കാര്യം നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ഏതൊരു ഫേക്ക് നമ്പർ എടുത്താലും നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ഒരു മെയിൽ ID കൊടുക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഈ ഒരു നമ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് സിമ്പിളായിട്ട് തൂക്കിക്കൊണ്ട് പോകാൻ കഴിയുന്നതാണ്. പക്ഷേ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ബാക്കപ്പ് ആയിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു മെയിൽ ID-യിലേക്ക് ഒരു മെയിൽ വരും. അതിൽ നമുക്ക് നമ്മളല്ല എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എപ്പോഴും എനേബിൾ ചെയ്ത് തരാൻ ശ്രമിക്കുക. ഞാൻ എനേബിൾഡ് ആണ് എൻ്റെ ഒരു അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വാട്സപ്പ് നമ്മൾ കറക്റ്റായിട്ട് സാധാരണ പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു വീഡിയോ ചെയ്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമ്മുടെ സേഫ്റ്റിയും ആപ്പൊക്കെ പ്ലേ സ്റ്റോറിൽ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.